ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചട്ടിങ്കുന്ന ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് ആണ്. നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ നിന്നും എങ്ങനെയാണ് ഭംഗിയായിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഞാൻ മുമ്പും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴും വീഡിയോയുടെ ടിപ്പ് ടൈം എന്നുള്ളത് ലാസ്റ്റിലായിരിക്കും ആഡ് ചെയ്യുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാതെ ലോങ് ആയിട്ട് പോവുകയാണെങ്കിൽ ചിലർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ശരിയും തെറ്റിനെയും കുറിച്ചിട്ടാണ്. അപ്പോൾ അത് വീഡിയോയുടെ അവസാനം ഞാൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ ബോട്ടിലുണ്ടല്ലോ, പ്ലാസ്റ്റിക് ബോട്ടിൽ, അതിനെ റീയൂസ് ചെയ്തതാണ്. അതിനെ കൊണ്ട് ഇതുപോലെ ഒരുപാട് ഉപയോഗമുണ്ട്. ഇത് നമ്മളുടെ സാധാരണ നമ്മുടെ വെള്ളമൊക്കെ കൊണ്ടുവരുന്ന മിനറൽ വാട്ടറിന്റെ ബോട്ടിലില്ലേ, അത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ സ്കേർട്ട് ഉണ്ടാക്കിയത്. ടോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഹിമാലയയുടെ ബേബി ഓയിൽ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ബോട്ടിലാണ്. അതിന്റെ ടോപ്പ് കൊണ്ട് തന്നെയാണ് തലയും നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഒരു ബോട്ടിലിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആക്കിയത്. പിന്നെ എനിക്ക് ക്ലേ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിന് കാലും കൈയും ഞാൻ ക്ലേ കൊണ്ടുണ്ടാക്കി. പിന്നെ അതല്ല എങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കൊണ്ട് റോൾ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇത്ര പെർഫെക്ഷൻ കിട്ടണമെന്നില്ല നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ പിന്നെയുള്ളത് നമ്മളുടെ സാധാരണ ഡ്രസ്സിനൊക്കെ വെച്ചെടുക്കുന്ന ലേസ് ഉണ്ടല്ലോ, ആ ലേസിനെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നൊക്കെയുള്ളത് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാൽ ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ഈ കാലും കൈയും ഈ ഡോളിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കാല് നമ്മളിതാ ഇതേപോലെ. അപ്പോൾ അതിൻ്റെ തല കൂടി അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടിപ്പ് ടൈം ആണ്. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് നോക്കണ്ടേ. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ശരിയും തെറ്റിനെയും കുറിച്ചിട്ടാണെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞല്ലോ. എന്താണ് ഈ ശരിയും തെറ്റിനെ കുറിച്ചിട്ടുള്ളത് എന്നല്ല ചിന്തിക്കുന്നത്. അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നല്ലേ. എന്നാൽ യൂണിവേഴ്സലായിട്ട് അങ്ങനെ ഒരു ശരി തെറ്റില്ല എന്നാണ്. ഓരോ ശരിയും ഓരോ തെറ്റും ഓരോരുത്തരുടെ മനസ്സിലാണ്. ചില കാര്യങ്ങൾ, അതായത് നിയമത്തിന് എതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, അങ്ങനെയല്ല പറയുന്നത്. ചെറിയ ചെറിയ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്.
അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ ചെയ്തൊരു കാര്യം, നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം വേറൊരാൾ ചെയ്ത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ അത് തെറ്റല്ലേ എന്ന് ചിന്തിക്കാറില്ലേ? അവർക്ക് അവരുടെ സൈഡിൽ അതിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്നാൽ അത് ചിലപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല എന്നും വരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, മറ്റുള്ളവർക്ക് ദ്രോഹമാവാത്ത വിധത്തിലുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അതിലൊരു തെറ്റുമില്ല. പിന്നെ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു പക്ഷെ തെറ്റായിരിക്കാം, പക്ഷെ അത് അവർക്കോ അവരുടെ പരിചയമുള്ള ആൾക്കാർക്കോ ഒരു പക്ഷെ അത് ശരിയായിരിക്കാം. അപ്പോൾ ഒരു തെറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യമില്ല. അതായത് നമ്മളുടെ ശരിയും തെറ്റും നമ്മളുടെ മനസ്സാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ അത് ജഡ്ജ് ചെയ്യേണ്ടത് മറ്റുള്ളവരല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാൻ നിൽക്കാതെ അവനവൻ്റെ തെറ്റ് മറ്റുള്ളവർ കണ്ടുപിടിക്കുന്നു എന്ന് ചിന്തിക്കാതെ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പുറത്തു നിന്നുള്ള വലിയ വലിയ, അതായത് മറ്റുള്ളവർക്ക് ഭയങ്കര ദ്രോഹമാവുന്ന കാര്യങ്ങൾ അവനവന് ശരിയാണെങ്കിൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചെറിയ ചെറിയ ലൈഫിലെ, അതായത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് വീട്ടിലോ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനിടയിലൊക്കെ നമുക്ക് ചിലപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് തോന്നുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റുള്ളവരുടെ ശരി എന്താണോ അതിനനുസരിച്ച് വിട്ടേക്കുക. മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് മൈൻഡ് ആക്കാതിരിക്കുക. ഇതൊക്കെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈഫ് നല്ല സ്മൂത്ത് ആയിരിക്കട്ടെ. അപ്പോൾ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് കരുതാണ്. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു ക്രാഫ്റ്റുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.